ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുമായി ഗതാഗത വകുപ്പ് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാനുള്ള സാവകാശം 6 മാസമാക്കി നീട്ടി. ഡ്രൈവിംഗ് ടെസ്റ്റിലും ഇളവുകൾ പ്രഖ്യാപിച്ചു. സൂര്യഗായത്രി വിവരങ്ങൾ വരികയാണ്. സൂര്യഗായത്രി, കോടതിയിൽ ഇന്ന് എത്തിയിട്ടും അതിനെതിരായ ഹർജികൾ തള്ളി ഗതാഗത വകുപ്പിന് കോടതി പച്ചക്കൊടി കാട്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇളവുകൾ വരുത്തുകയാണ് ആ സർക്കുലർ ചെയ്തത്. എന്തൊക്കെയാണ് ഇളവുകൾ? എന്തൊക്കെയാണ് ഇതിലേക്ക് കാരണമായ വിവരങ്ങൾ? അജിംഷാദ്, ഇത്തരത്തിലൊരു സർക്കുലർ ഫെബ്രുവരിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പുറപ്പെടുവിച്ച സമയം മുതൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്, വിയോജിപ്പാണ് ഈ സർക്കുലറിനെതിരെ ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് വന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്താൻ സമ്മതിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. INTUC, BMS, അതുപോലെ തന്നെ CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ സംയുക്ത സമര സമിതിയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ അവർ ചർച്ച നടത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ താൻ എടുത്ത മാറ്റങ്ങളിൽ നിന്നും വരുത്തിയ പരിഷ്കാരങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയിട്ടുള്ള ഇളവുകൾ എന്ന് പറയുന്നത് പ്രതിദിന ലൈസൻസ് 40 ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സർക്കുലർ പറഞ്ഞത് പ്രകാരം 30 ആയിരുന്നു, അതിപ്പോൾ 40 ആക്കി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസത്തെ സാവകാശം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ തന്നെ ടെസ്റ്റിനായിട്ട് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പലതും 15 വർഷത്തെക്കാളും പഴക്കമുള്ളതായിരുന്നു. അതവർ വലിയ രീതിയിലുള്ള ഒരു പരാതിയായിട്ട് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ, വാഹനങ്ങൾ മാറ്റാനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവരുമ്പോൾ അതിന് തങ്ങൾക്കൊരു സാവകാശം നൽകണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സർക്കാർ സഹായിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചിരുന്നതാണ്. എന്തായാലും അതിനിപ്പോൾ 6 മാസത്തെ സാവകാശം നൽകുകയാണ്. കൂടാതെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് കൊണ്ടുവരുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് 3 മാസത്തെ സാവകാശം ഇപ്പോൾ ഗതാഗത വകുപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും കരടിന് ഗതാഗത മന്ത്രി അംഗീകാരം നൽകി കഴിഞ്ഞു. സർക്കുലർ നാളെ ആയിരിക്കും പുറത്തിറങ്ങുക. അജിംഷാദ്. ശരി സൂര്യഗായത്രി.